ഹലോ. അപ്പോൾ ഇതാണ്ട് ഉത്സവം തുടങ്ങി. ഇന്ന് ഒന്നാം ഉത്സവമാണ്. അപ്പോൾ ഇവിടെ 3 ദിവസത്തെ ഉത്സവമാണ് ഉള്ളത്. അപ്പം ഇത് രാവിലെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് പാൽപ്പായസവും ശർക്കര പായസവും കിട്ടി. അതിനുശേഷം ഞാൻ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുറച്ച് കറ്റാർവാഴയും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴയും കുറച്ച് ഉള്ളിനീരും കൂടെ മിക്സ് ആക്കിയതാണ്. എനിക്കത് തലയിൽ നല്ല രീതിയിൽ താരനുണ്ട്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ട്. അപ്പം ഞാൻ ഇത് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് തേച്ച് ഒരു 15 മിനിറ്റ് നമ്മൾ വെച്ചേക്കണം. അപ്പം അതിനുശേഷം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പോപ്പിയും കൂടെ കുളിപ്പിച്ച് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മഴയായിരുന്നു. പിന്നെ മഴയൊക്കെ തോന്നിയതിന് ശേഷം അച്ഛൻ ദാണ്ട് ഇവിടെ വാഷ് ബേസിൻ തേച്ച് കഴുകണം. വാഷ് ബേസിൻ നമ്മൾ വിട്ടുപോയി തേച്ച് കഴുകാൻ. തേച്ച് വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ആരെങ്കിലുമൊക്കെ വരുന്നതല്ലേ. അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് വൃത്തിയാക്കാൻ വെക്കാമെന്ന്. അപ്പം ഞാനാണെങ്കിൽ അതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുവാണ്. അപ്പം വെയിലും ഉണ്ടല്ലോ, അപ്പം ഉണങ്ങി കിട്ടും, പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെ അമ്മയാണെങ്കിൽ നാളെ ഇവിടെ പൊങ്കാല ഉണ്ടായതുകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണമുണ്ട്. അപ്പം ഇഡ്ഡലി സാമ്പാറും ഉണ്ട്. അപ്പം അവർക്ക് കഴിക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അമ്പലത്തിലെ പാത്രങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കും. അപ്പം വെയിലും ഉണ്ടല്ലോ, പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇതൊക്കെ നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. പിന്നെ നാളെ എടുക്കേണ്ടതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് അമ്മയെ ഹെൽപ്പ് ചെയ്തു, പാത്രങ്ങളൊക്കെ ഒന്ന് പിറക്കി വെക്കാനും കാര്യങ്ങളൊക്കെ. അപ്പം അതിനുശേഷം ഇവിടെ തേങ്ങ പൊതിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ പൊതിക്കാനൊക്കെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ചായയും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പോയി ഞാൻ. അപ്പം ഒരു 6-7 പേരുണ്ടായിരുന്നു. അപ്പം അവർക്കുള്ള ചായ ഇടുവാണ്. എല്ലാവരും ഓരോരോ തിരക്കുകളിലാണ്. അപ്പോൾ എന്തായാലും ഞാൻ അവർക്ക് ചായ ഇടാമെന്ന് വിചാരിച്ചതേ. പാല് അടുപ്പത്ത് വെച്ച് തേയിലയും പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇട്ട് ചായയുടെയിൽ പരിപാടി കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോക്ലേറ്റും കഴിക്കുന്നുണ്ട്. അതിനുശേഷം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്ന് പ്രോഗ്രാം കൈകൊട്ടിക്കളിയാണ്. കൈകൊട്ടിക്കളിയുണ്ട്, കരോക്കെ ഗാനമേളയുണ്ട്. അപ്പം രാത്രി ഞങ്ങളെല്ലാവരും കൂടെ അത് കാണാനായിട്ട് പോയി. കവിതേ കവിളിണയിൽ തിരുനുണക്കുഴിയുള്ളൊരതരം മുടിയിൽ തളി തുളസി കതിച്ചൂടുന്നൊരഴകേ. കവിതേ കവിളിണയിൽ തിരുനുണക്കുഴിയുള്ളൊരതരം മുടിയിൽ തളി തുളസി കതിച്ചൂടുന്നൊരഴകേ. പൂവാടിയിൽ സ്ഥിര പെണ്ണിന്റെ കണ്ണിലൊളിച്ചൊരു മാലയിതാരാണ്. കൊച്ചും പെണ്ണിൻ കവിളി തുള്ളി മന്ദാസം ഇരിയേ. ഇന്ന് സീതാ കല്യാണം, പെണ്ണിന് നാടകത്തുള്ളൊരു കല്യാണം. നല്ല കൊട്ടും പുരായും മേളത്തിലുള്ളൊരു കല്യാണം. നിന്റെ ശ്രീമന്ദരകയിൽ ചാത്തി നല്ല സിന്ദൂരം. സീതേ കണ്ണിമലരെ മൃദുമന്ദാകിനി കൊലുസേ. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. ചെറിയ പിള്ളേരും ഉണ്ടായിരുന്നു, വലിയവരും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. അതിനുശേഷം ഞാനും അച്ഛനും ചേച്ചിയും തിരിച്ചു പോയിരുന്നു. ഗാനമേള കാണാനായിട്ട് നിന്നില്ല. അമ്മ അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളിവിടെ പൂപ്പിക്ക് അതുപോലെ തന്നെ പൂച്ചയ്ക്കും ഫുഡും കാര്യങ്ങളും കൊടുക്കണം. അപ്പം അതിന് ഞങ്ങളിങ്ങ് വന്നു. വന്നു കഴിഞ്ഞപ്പോൾ അവിടെ 2 പേരും എന്തോ കാര്യമായിട്ടുള്ള നിരീക്ഷണത്തിലാണ്, എന്തിനോ പിടിക്കാനുള്ള തത്രപ്പാടിലാണ് 2 പേരും.
ഒരാൾ അവിടെയും ഒരാളിത് ഇവിടെയുണ്ട്. ചാട്ടമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ക്ഷീണിച്ച് കുഴഞ്ഞിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ അമ്മ അതെടുത്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ അതെടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ പോപ്പിക്കും കൊടുക്കണം. പിന്നെ പോപ്പി ഇതുവരെ ഇറക്കിയിട്ടില്ല. ഇടയ്ക്ക് പോപ്പി ഇറക്കുന്നതാണ്. പക്ഷേ ഇപ്പം ഇവിടെ ഉത്സവം കാര്യങ്ങളും തിരക്ക് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോഴത്തേനും അവൾ കിടന്ന് ബഹളം വെക്കുകയൊക്കെ ചെയ്യും. അതുമല്ല എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഇവർക്ക് വീട്ടിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ തന്നെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അവൾ ഓടി ചെല്ലും, ഇവിടെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അവളെ അങ്ങനെ എപ്പോഴും തുറന്നു വിടാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് തുറന്നു വിടുന്നത്. ഇടയ്ക്കൊന്ന് പുറത്തോട്ട് വിട്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോഴാണ് തുറക്കുന്നത്. ഭയങ്കര വീർപ്പുമുട്ടാണ് അവൾക്ക് കൂട്ടി കിടക്കാൻ. അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിടുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇറക്കുന്നത് തന്നെ. ഇപ്പോൾ ഉത്സവം ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ അവളെ അങ്ങനെ ഇറക്കാത്തത്. പിന്നെ ഇറക്കി കഴിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാമോ. രാവിലെ കയറിയതാണ്. അപ്പോൾ ഇടയ്ക്ക് ഉച്ചയ്ക്ക് എങ്ങാണ്ടാണെന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് പോലും തികച്ച് വെളിയിൽ ഇറക്കിയില്ല. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഇറക്കുന്നത്. ഭയങ്കര ബഹളമായിരുന്നു പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളെ ഇനിയിപ്പം ഉത്സവം കഴിയുന്നവരെ അങ്ങനെ എപ്പോഴൊന്നും ഇറക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഇനിയിപ്പോൾ ഫുഡ് കൊടുത്തിട്ട് കയറ്റണം. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേൽക്കണം. കാരണം പൊങ്കാലയാണ്. അപ്പം രാവിലെ എഴുന്നേൽക്കണം. പൊങ്കാലയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ അമ്മയും പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം നേരത്തെ കിടന്നാലേ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇവളെ തിരിച്ച് കൂട്ടി കയറ്റിയിട്ട് എനിക്കും കിടക്കണം. പൊങ്കാല കഴിഞ്ഞ് ഇഡലി സാമ്പാറും കഴിച്ചു. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.